വിഷുവായിട്ട് എന്ത് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലത്തിലെ ഉത്സവം ചാമക്കാവ് ഇല്ലടാ ചാർമക്കാവ് അങ്ങനെ പറയാം. നമ്മൾ അല്ല വൈകിട്ട് പോകാൻ ഒരുങ്ങി നിന്നപ്പം മഴ ഞങ്ങളെ ചതിച്ചു. നല്ല മഴ, നല്ല 4:30 കുഴപ്പമില്ല. മഴ തോന്നട്ടാലും ഞങ്ങൾ പോകും. എന്നാണ്ട പോസ്റ്റ് അടിച്ചെടുത്തിന് ഇരിക്കുക. എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ മണിക്കൂറൊന്നും ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. മഴ തോന്നിട്ട് വേണം പോകാൻ. അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ പോകുന്ന വഴി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ തേരും കുതിരയൊക്കെ ഉണ്ട്. നമ്മുടെ ചെട്ടുകുളങ്ങര കുംഭഭരണിക്ക് കാണുന്ന അതേ സംഭവം തന്നെ അല്ലേ. അപ്പോൾ നമ്മളങ്ങോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ വഴിയിലൊക്കെ കാളിങ്ങനെ പിടിച്ച് വെച്ച് ടാർപ്പൊക്കെ ഇട്ട് വെച്ചേക്കാണ്. കാരണം കുറച്ച് മുന്നേ കണ്ടില്ലേ നല്ല മഴയായിരുന്നു. മഴയൊക്കെ തോന്നുന്നുണ്ട് കുതിരയും കാളയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. വഴിയിലെല്ലാം ഉണ്ട്, പോകുന്ന വഴിയിലെല്ലാം ഉണ്ട്. ഇതൊക്കെ കൊച്ചു കൊച്ചു കാളെ കൊച്ചു കൊച്ചു കുതിരയൊക്കെയാണ്. പിന്നെ അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോൾ കാണാൻ പറ്റും ബാക്കിയുള്ളതൊക്കെ. എല്ലാ വർഷവും വിഷുവിന് ഇങ്ങനെ തന്നെയാണ്. ഒന്നീ അവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു മഴ കാണും, അല്ലെങ്കിൽ അതിന് മുന്നേ. ഇത്തവണ മുന്നേ ആയിരുന്നു മഴ, എന്നാലും മഴ ഉറപ്പാണ്. സൂപ്പർ മഴയാണ്. മഴ തോന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത്, പക്ഷെ വീട്ടിൻ്റെ പണി കിട്ടി. കുഴപ്പമില്ല, നമ്മൾ എന്നാലും ഉത്സവം കണ്ടിട്ടേ പോകത്തുള്ളൂ ഇല്ലടാ. മഴ നനങ്ങി കാണണം. കഴിഞ്ഞ മഴ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട്. എല്ലാ വർഷവും മഴയുണ്ട് ചെന്ന് കഴിഞ്ഞിട്ട്. മഴ നനങ്ങി വെച്ച് പിടിക്കുന്നു. അപ്പം അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് തേരും കുതിരയൊക്കെ കുറച്ച്. അപ്പം ബാക്കിയുള്ളത് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ വരുന്നത് കാണാൻ നല്ല രസമാണ്. വേണ്ട, ഇതാണ് സംഭവം. നമ്മുടെ അച്ചൻകോവിലാറ് വഴി 2 വള്ളത്തെ കെട്ടി വെച്ചാണ് വരുന്നത്. അപ്പം ചട്ടം മാത്രമേ കാണത്തുള്ളൂ. അപ്പം ഈ ചട്ടം നമ്മുടെ തോള ചുമ്മിയാണ് ഇവരിത് കരയിലെത്തിക്കുന്നത്. ഒരു സെറ്റപ്പ് പരിപാടിയാണ്. കാരണം അങ്ങനെയാണ് ഇത് മൊത്തം കരയിലെത്തിക്കുന്നത്. നേരത്തെ ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലമാണ് പൊളിഞ്ഞു കിടക്കുന്നത്. നമ്മുടെ ഈ 2018 പ്രളയത്തിൽ ഇടിഞ്ഞു പോയത്. ഇങ്ങനെ തേരും കുതിരയെല്ലാം കരയ്ക്ക് കയറ്റുവാണ്. കരയ്ക്ക് കയറ്റിട്ട് കളിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് തോള ചുമ്പി തന്നെയാണ് കളിപ്പിക്കുന്നത് അവർ. അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് അന്തരീക്ഷം നല്ല രീതിയിൽ നിൽക്കുകയാണ്. കാരണം ചൂടൊന്നുമില്ല അധികം. എവിടെ നോക്കിയാലും ഒരു പച്ചപ്പിൻ്റെ മയമാണ്. കാരണം ഞങ്ങളുടെ ഈ നാടിനൊരു പ്രത്യേകത തന്നെയാണ്. കാരണം എവിടെ നോക്കാനും ഒടുക്കത്തെ പ്രകൃതി ഭംഗിയാണ്. അപ്പുറത്തെ കരയിൽ നിൽക്കുന്നവർക്ക് ഇപ്പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആകെയുള്ള വള്ളം മാത്രമാണ്. കാരണം ഒരു പാലം ഉള്ളത് പോയത് കാരണം ഇപ്പം ആ വള്ളത്തേലേ വരാൻ പറ്റത്തുള്ളൂ. കുറച്ച് നേരം കൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ തമ്പടിച്ച് നിൽക്കുകയാണ് വേലകളി കാണാൻ വേണ്ടി. പക്ഷെ വേലകളി ആരംഭിച്ചിട്ടില്ല. കാരണം മണിക്കൂർ ഒന്നായിട്ട് ഞങ്ങൾ അവിടെ നിൽക്കാൻ തുടങ്ങി. നമ്മുടെ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട്. ധാരാളം കുരങ്ങുകളുള്ള ഒരു അമ്പലമാണ്. ആ കുരങ്ങുകൾ പക്ഷേ ഈ ഉത്സവ സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കാവാണ്. സൗണ്ട് കാരണം അതുങ്ങൾ അതിന് ഉള്ളിലോട്ട് കയറിപ്പോകും. എന്തായാലും ഒരു തോളെ ചുമ്മാൻ പോവാണ്. ചട്ടത്തെ പിടിച്ചെല്ലാവരും തോളെ ചുമ്മുന്ന കാണാൻ നല്ല രസമാണ്. നമുക്കത് കാണാം. നമ്മുടെ പ്രശസ്ത വ്ളോഗർ ഹരിശാന്ത് ജയപ്രകാശ് ഉണ്ട്. താങ്കളുടെ വീഡിയോ ഇപ്പം കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ജോലി പിരിഞ്ഞു പോയില്ലയോ? ഇടുന്നതായിരിക്കും പൂർവാധിക ശക്തിയോടുകൂടി. ഇത്
കാണുന്നതിൻ്റെ തൊട്ട് അത്ര നിസ്സാര കാര്യമൊന്നുമില്ല ഇത്. നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇത് ബാലൻസ് ചെയ്ത് നിർത്തുകയും വേണം. നമ്മൾ വിചാരിക്കും താഴെ പോകുന്നു, പക്ഷെ ഇത് ഇതുവരെയായിട്ട് താഴെ പോയിട്ടില്ല. ഇതും കഴിഞ്ഞ് നമുക്കിനി ഒരു 10-ാം ഉദയം കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെ ഉത്സവങ്ങളെല്ലാം കഴിയുവാണ്. പിന്നെ അടുത്ത വർഷം ഒന്നേന്ന് തുടങ്ങും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഉത്സവങ്ങളുള്ള നാടാണ്. അപ്പോൾ ഇത് കരയെ കെട്ടിയതാണ്. കരയെ കെട്ടിയതുകൊണ്ട് ഇതിന് വീല് വെച്ചിട്ടുണ്ട്. വീല് നമ്മൾ വലിച്ചുകൊണ്ട് വരുവാണ്. വീലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനും നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിച്ചുകൊണ്ട് വരുന്നതും ചടങ്ങ് തന്നെയാണ്. ഇതെല്ലാം ദേവിയുടെ മുമ്പിൽ കളിച്ചതിന് ശേഷം ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് നേരെയായിട്ട് വെക്കും. കുറച്ചൊക്കെ അവിടെ തന്നെ കെട്ടുന്നതും കുറച്ചൊക്കെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ കെട്ടിക്കൊണ്ട് വരുന്നതുമുണ്ട്. എന്തായാലും മഴ നേരത്തെ പെയ്തത് കാരണം ഇപ്പം വലിയ കുഴപ്പമില്ല. അന്തരീക്ഷം നല്ലതായിട്ട് ഞാൻ പറയില്ല, അന്തരീക്ഷം നല്ല ക്ലൈമറ്റ് ഇപ്പം നിൽക്കുവാണ്. എന്തായാലും നമുക്കായാലും അവിടെ നിന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നു. എന്തായാലും ഫുള്ള് തേരും കുതിരയും ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. ഇനിയും കൊച്ചു കൊച്ചു കാളകളും തേരുകളും വരാനുണ്ട്. അപ്പം മണിക്കൂർ ഒന്നായി അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങൾക്ക് നല്ല ദാഹം, ഒരു നാരങ്ങ വെള്ളമൊക്കെ അടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം വരട്ടെ നമ്മൾ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പം വെച്ചുമണിയും അവിടുത്തെ ആഹാര സാധനങ്ങളും അതും ഇതെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെ കറങ്ങണം. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങാണെന്നതിന് ശേഷം നല്ലൊരു മേളം കാണാൻ വേണ്ടി ഒരു സൈഡ് വെച്ചു. എന്തായാലും ഞങ്ങളൊരു 4:30 ആയപ്പോൾ വന്നാണ്.
ഇപ്പം സമയം 8 മണി വരെ ഞങ്ങൾ അവിടെ കമ്പടിച്ച് നിൽക്കാന്ന് പറയും. കാരണം നല്ല രസമാണ്, നമുക്ക് ബോറൊന്നും അടിക്കത്തില്ല. പിന്നെ പോകുന്ന വഴിക്ക് കാളയൊക്കെ റോഡിൽ കൂടെ വരുന്നതേ ഉള്ളൂ. കാരണം ഇതെല്ലാം ഈ മഴയുടെ ഒരു പ്രശ്നം കാരണമാണ് ഒത്തിരി താമസിച്ചത്. അപ്പം നമ്മുടെ ഉത്സവ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മുടെ വീട്ടിലോട്ട്. രാത്രി യാത്രയില്ല, അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ അടുത്തൊരു വിഷുവിനായിട്ട് കാത്തിരിക്കാം. ഓക്കെ, ബൈ.